നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉത്രാടദിന ആശംസകൾ എല്ലാ മലയാളികൾക്കും. നാളെ തിരുവോണമാണ്, മലയാളികളൊക്കെ കാത്തിരിക്കുന്ന ആഘോഷം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ മലയാളത്തിലെ മലയാളികളുടെ വീട്ടകങ്ങളെല്ലാം. ഉപ്പേരി തയ്യാറാക്കുന്നു, പായസം തയ്യാറാക്കുന്നു, നാളത്തേക്കുള്ള പരിപ്പിനുള്ള കൂട്ടുകൾ ഉണ്ടാക്കുന്നു, അവിയൽ കഷ്ണങ്ങൾ അരിയുന്നു. അങ്ങനെ സജീവമായ അടുക്കള. ബന്ധുക്കളൊക്കെ പലരുടെയും വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സർവത്ര ആഘോഷമായ ഒരു ദിവസം, കുറേ മണിക്കൂറുകൾ. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഈ അരമണിക്കൂറിൽ ഉണ്ടാവുക. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ. മുസ്തഫ ഖമനേയിയുടെ മറ്റൊരു വീഡിയോ കൂടി പുറത്തുവിട്ട് ഇറാൻ. ഈ മാസം ഇറാൻ പുറത്തുവിടുന്ന രണ്ടാമത്തെ വീഡിയോ പുറത്തു വന്നത് മതപണ്ഡിതരുമായി പ്രാർത്ഥനയിലും ചർച്ചയിലും ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ. പഴയ ദൃശ്യങ്ങളാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഖമനേയി സുരക്ഷിതനാണ് എന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കുക ലക്ഷ്യം. യുകെയിലെ ആയുധ ഫാക്ടറികളെ തകർക്കുമെന്ന ഭീഷണിയുമായി റഷ്യ. നടപടി യുക്രൈന് സ്റ്റോം ഷാഡോ മിസൈലുകളുടെ രൂപരേഖ കൈമാറിയതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഡ്രോൺ ഫാക്ടറികൾക്കെതിരെ അർദ്ധസൈനിക സ്വഭാവമുള്ള നടപടി ഉണ്ടാകുമെന്ന് ക്രെംലിൻ ഉപദേഷ്ടാവ്. അമേരിക്ക വരെ എത്തുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ വികസിപ്പിച്ച ചൈന. ആകാശത്ത് നിന്ന് തൊടുക്കാവുന്നവ 2414 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. അമേരിക്കൻ പ്രദേശമായ ഗ്വാമിനെ ചൈനയുടെ ആക്രമണ പരിധിയിലെത്തിക്കും. ഇസ്ലാമിൽ ഹിജാബ് ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന വാദം തള്ളി പ്രധാന വിധിയുമായി അലഹബാദ് ഹൈക്കോടതി. വിശ്വാസം അപകടത്തിലാകുന്ന തരത്തിൽ ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡ്രസ് കോഡ് ലംഘിക്കാൻ ഒരു വിദ്യാർത്ഥിക്കും അനുവാദമില്ലെന്നും കോടതിയുടെ നിരീക്ഷണം. ഡീഗോ മറഡോണയുടെ ദൈവത്തിന്റെ കൈ ഗോളിലെ പന്തിന് ലേലത്തിൽ 32.61 കോടി രൂപ. ലേലം നടന്നത് അമേരിക്കയിലെ ഹെറിറ്റേജ് ഓപ്ഷനിൽ. പന്ത് പ്രശസ്തമായത് 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണം കളറാക്കാൻ അവസാനവട്ട ഒരുക്കങ്ങൾ. മാർക്കറ്റുകളിലും വസ്ത്രശാലകളിലും വൻ തിരക്ക്. നാടെങ്ങും ആഘോഷം. നൂറാം ദിവസത്തിൽ സതീശൻ സർക്കാർ. ന്യൂസ് 8 നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ നിലപാട് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാനില്ല, ഗവർണറുമായി നല്ല ബന്ധം. അടുത്ത 5 വർഷം എന്തു ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-ന് പങ്ക്. പിണറായി ഉയർത്തുന്നത് പൊതുവായ ആരോപണങ്ങൾ. യുവാക്കളുടെ ചിന്ത അത്ഭുതപ്പെടുത്തുന്നുവെന്നും VD സതീശൻ. മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പാൽച്ചുരത്തിലും മണ്ണിടിച്ചിൽ. തന്റെ മക്കളിൽ ഒരാളെ വധിക്കാൻ ഇറാൻ ആസൂത്രിത ശ്രമം നടത്തിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി. ഏത് മകന് നേരെയാണ് ആക്രമണ ശ്രമം ഉണ്ടായതെന്നോ എപ്പോഴാണ് സംഭവമെന്നോ കൂടുതൽ വിവരങ്ങളില്ല. അവിശ്വസനീയമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അഭിമുഖത്തിൽ നെതന്യാഹു. ഇറാന്റെ പരമോന്നത അയത്തുള്ള മുസ്തഫ ഖമേനിയുടെ മറ്റൊരു വീഡിയോ കൂടി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാഴ്സ് ന്യൂസ് പുറത്തുവിട്ടു. ഈ മാസം ഇറാൻ പുറത്തുവിടുന്ന രണ്ടാമത്തെ വീഡിയോയാണിത്. മതപണ്ഡിതരുമായി പ്രാർത്ഥനയിലും ചർച്ചയിലും ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിലും ഇത് അദ്ദേഹം പരമോന്നത പദവിയിലെത്തുന്നതിന് മുൻപുള്ള പഴയ ദൃശ്യങ്ങളാണ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഖമനേയി ജീവനോടെ ഉണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുക. പ്രത്യേകിച്ചും US പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ മാധ്യമങ്ങളുമൊക്കെ ഖമനേയി മരിച്ചു എന്ന് ആവർത്തിക്കുമ്പോഴാണ് ഈ സുരക്ഷിതത്വം സ്ഥാപിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, മുസ്തഫ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിച്ചു എന്നാണ്
ഇറാനും ഇസ്രായേലും അമേരിക്കയൊക്കെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ജീവനോടെ ഉണ്ട് എന്ന് ഇറാൻ പറയുന്നു. ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും എന്താണ് ഈ രണ്ടാമത്തെ വീഡിയോയിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത്? അത് ഒറിജിനൽ വീഡിയോ ആണോ? ഇപ്പോഴുള്ള സമീപകാലത്തുള്ള വീഡിയോ ആണോ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ വാർത്ത ചാനൽ 14-ലും ജെറുസലേം പോസ്റ്റിലുമൊക്കെയാണ് വന്നത്. അതായത് മുജ്തബ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ അതീവ ക്രിട്ടിക്കൽ സാഹചര്യത്തിലാണ്, അത് വളരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നത്. ഏതായാലും അവിടെ നിന്നാണ് ഇറാൻ ആദ്യത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തുവിടുന്നത്. ഇതിപ്പോൾ രണ്ടാം തവണ മറ്റൊരു വീഡിയോ വന്നിരിക്കുന്നു. ഇത് മതപണ്ഡിതരും അതുപോലെ വിദ്യാർത്ഥികളുമൊക്കെ ആയുള്ളൊരു സംവാദം എന്ന തരത്തിലുള്ള വീഡിയോ ആണ്. ചിലർക്ക് മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ശബ്ദവും ഇതിൽ ഖംനയുടെ ശബ്ദവും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ മുജ്തബ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ആ ശബ്ദം അദ്ദേഹത്തിന് തന്നെയാണ്. പക്ഷേ അവിടെയും ആ ഒരു പ്രധാന ചോദ്യം ഇത് എപ്പോൾ ചിത്രീകരിച്ചതാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാനുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ വീഡിയോ പുറത്തു വരുന്നത്. നേരത്തെ ഒരു സൈനിക ആക്രമണത്തെ തങ്ങൾ ഫലപ്രദമായി ചെറുത്തു എന്ന് ഇറാൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമേരിക്ക തങ്ങൾ വഴിമാറ്റി ഇനി സാമ്പത്തിക ആക്രമണത്തിലേക്ക് എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനും തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അവിടെ ഇല്ല എന്ന ഒരു ആശങ്കയ്ക്ക് വഴിവെക്കേണ്ട എന്ന് കൂടി കരുതിയാണ് ഇത്തരം ഒരു വീഡിയോ പുറത്തുവിട്ടത് എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും ഈ സാമ്പത്തിക ആക്രമണം ഇനി ഏത് തരത്തിലായിരിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു. മാത്രമല്ല സാമ്പത്തികമായ അങ്ങേയറ്റത്തെ തകർച്ചയിലാണ് ഇറാൻ എന്നൊക്കെ അമേരിക്ക പ്രഖ്യാപിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ ഈ മുജ്തബയുടെ അവസ്ഥ എന്തെന്ന് വ്യക്തമല്ല എന്ന തരത്തിൽ പറയുന്നു. അതുപോലെ അമേരിക്കയിലെ പല നേതൃരംഗത്തുള്ള ആളുകളും അദ്ദേഹം അങ്ങേയറ്റത്തെ ഗുരുതരാവസ്ഥയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് തുടരെ രണ്ടാമത്തെ ഒരു വീഡിയോ കൂടി പുറത്തു വരുന്നത്. ഇത് ഈ വരാനിരിക്കുന്ന ഈ അമേരിക്കൻ സാമ്പത്തിക ഉപരോധത്തിൻ്റെ തുടർക്കഥയെ ശക്തമായി ചെറുക്കുമെന്നൊരു സൂചന നൽകാൻ തന്നെയാണ് ഇറാൻ പുറത്തുവിടുന്നത്. പരമോന്നത നേതാവ് നിലവിലുണ്ട്. നേരത്തെ നമുക്കറിയാം മാർച്ച് 8-നാണ് മുജ്തബ ചുമതലയേൽക്കുന്നത്. ആയത്തുള്ള അലി ഖംനേയിയുടെ മരണത്തെ തുടർന്നാണ് ഈ പരമോന്നത നേതാവിൻ്റെ പദവിയൊക്കെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഇദ്ദേഹത്തിന് ഗുരുതരമായ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നും അദ്ദേഹത്തിന് ഒരു വികൃതമാകുന്ന തരത്തിലേക്കുള്ള ആക്രമണം ഉണ്ടായി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ പല മാധ്യമങ്ങളിലും വന്നിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്ന് വരുന്നു. നേരത്തെ ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹവുമായി നേരിട്ട് സംവദിക്കാൻ പ്രയാസമുണ്ട്, അദ്ദേഹവുമായി അങ്ങോട്ടേക്ക് എത്താനൊക്കെ ഉള്ള ഒരു പ്രയാസമൊക്കെ മസൂദ് പെഷേക്കിയാൻ അന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ചർച്ചകൾ വിപുലമായി വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. അപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ഉണ്ട് എന്നതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് കാര്യങ്ങൾ. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ യുക്രൈനുമായി സ്റ്റോം ഷാഡോ മിസൈലുകളുടെ രൂപരേഖ ബ്രിട്ടൻ പങ്കുവച്ചതിനെ തുടർന്ന് UK-യിലെ ഫാക്ടറികൾക്ക് നേരെ ആക്രമണ ഭീഷണിയുമായി റഷ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണാം സ്റ്റോം ഷാഡോ മിസൈലുകൾ രൂപരേഖ ഉക്രൈന് കൈമാറുന്നതിന് പിന്നാലെയാണ് ഡ്രോണുകളും മിസൈലുകളും പോലെയുള്ള സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ബ്രിട്ടീഷ് ഫാക്ടറികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ക്രെംലിൻ തിങ്കളാഴ്ച ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും വ്യക്തമായ ഭീഷണിയിൽ ബ്രിട്ടീഷ് ഡ്രോൺ ഫാക്ടറികൾക്കെതിരെ അർദ്ധ സൈനിക സ്വഭാവമുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ക്രെംലിൻ്റെ ഉപദേഷ്ടാവ് ആന്ദ്രേ ഫെഡേറോവ് പ്രതികരിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഉക്രൈനു വേണ്ടി ഡ്രോണുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്കോ ഫാക്ടറികൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്ന രീതിയിലാവാം അതെന്നാണ് വിശദീകരണം. മനു ഭരത് തുടരുന്നുണ്ട്. മനു, ഇപ്പോൾ റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് ഒത്തിരി കാലമായിട്ട് അങ്ങനെ ചില വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല ബന്ധത്തിലല്ല. ഇതിനിടയിലാണ് യുക്രൈനെ കൂടുതൽ സഹായിക്കുമെന്ന് പുതിയ അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അത് റഷ്യയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ കൂടി കൈമാറുന്ന ഒരു രീതി. അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ആശങ്കയല്ല സൃഷ്ടിക്കുന്നത്. രഞ്ജിത്ത്, ഇത്തരമൊരു മിസൈലിൻ്റെ സാങ്കേതിക പരിജ്ഞാനം അത് ഡീക്ലാസിഫൈ ചെയ്തു എന്നാണ് ആദ്യം UK പ്രഖ്യാപിക്കുന്നത്. ഈ ഡീക്ലാസിഫൈ ചെയ്ത
ഈ മിസൈലിൻ്റെ സാങ്കേതികവിദ്യ ഡീക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ രഹസ്യാത്മകമായി സൂക്ഷിക്കുന്നതിൽ തന്നെയാണ് നമ്മൾ ക്ലാസിഫൈഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ രഹസ്യാത്മകത അതിൽ നിന്ന് എടുത്തു കളയുകയാണ്. അങ്ങനെ ആ എടുത്തു കളയുന്നതോടുകൂടി അത് യുക്രൈന് അത് നൽകും എന്നൊരു സാഹചര്യം വരുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വർഷം മുതൽ യുക്രൈന് ഈ മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയും. അത് 250 കിലോമീറ്ററോളം ദൂരെയുള്ള ടാർഗറ്റുകൾ ആക്രമിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ്. ഒരു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ, ലോങ് ഡിസ്റ്റൻസ് ക്രൂയിസ് മിസൈൽ എന്ന തരത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ലോങ് റേഞ്ച് ഓട്ടോണമസ് ക്രൂയിസ് മിസൈലുകൾ എങ്ങനെ എപ്പോൾ ഇനി യുക്രൈനിൽ ആരംഭിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നതിന് ഇടയിലാണ് ഈ റഷ്യൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ആൻഡ്രേ ഫെഡ്രൂ ഇങ്ങനെ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. നമുക്ക് അറിയാം ഈ സ്റ്റോം ഷാഡോ എന്ന ഈ മിസൈൽ അത് ഒരു UK മാത്രമല്ല, അതിനൊരു ഫ്രഞ്ച് കൊളാബറേഷൻ കൂടി ഉണ്ട്. സ്കാൽപ്പ് എന്ന ഒരു മിസൈൽ ടെക്നോളജിയാണ് ഫ്രഞ്ച് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്രഞ്ച് വാക്കിൻ്റെ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന നിലയിലാണ് ഈ SCALP എന്ന തരത്തിൽ ഈ മിസൈലിനെ പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് വരുന്നത് ഈ ലോങ് റേഞ്ച് ഓട്ടോണമസ് ക്രൂയിസ് മിസൈൽ എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. അപ്പം ഒരു 250 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ടെക്നോളജിയാണ് റഷ്യക്ക് ഇപ്പോൾ ഒരു തലവേദനയായിരിക്കുന്നത്. അത് യുക്രൈൻ അടുത്ത വർഷം മുതൽ നിർമ്മിച്ചു തുടങ്ങിയാൽ അത് ഒരു ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെൻ്റ് എന്ന തരത്തിലേക്ക് അതിനെ കാണേണ്ടി വരും. അത് ഒരു എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു നടപടി എന്നുകൂടിയാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് ഒരു വലിയ കൺസേൺ എന്ന തലത്തിൽ താങ്കൾക്കൊരു വലിയ ഒരു പ്രശ്നമാണ്, അതിനെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിന് ചുവടുപിടിച്ച് വരുന്നൊരു മറ്റൊരു വിവരം UK-യും അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ റഷ്യൻ നീക്കങ്ങൾ UK-ക്ക് സമീപമുണ്ടോ എന്നൊക്കെയുള്ള സർവൈലൻസൊക്കെ വർദ്ധിപ്പിച്ചു എന്നാണ് റോയൽ നേവി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി മനു, തിരിച്ചു വരാം. മറ്റു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് അമേരിക്ക ഇനി പേടിക്കണം എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ചൈനയുടെ മിസൈൽ ശേഷി അവർ വല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ എന്ന പുതിയ സംവിധാനം അത് അമേരിക്ക വരെ എത്തും തരത്തിലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ വികസിപ്പിച്ചുകൊണ്ടാണ് ചൈന തങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചൈനയുടെ DF-17 മിസൈലിൽ നിന്ന് വിക്ഷേപിക്കുന്ന HGVക്ക് 2414 കിലോമീറ്റർ വരെ, ഇത് അമേരിക്കൻ പ്രദേശമായ ഗ്വാമിൽ വരെ എത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്തായി അമേരിക്കയുടെ ദീർഘദൂര പ്രതിരോധ ശേഷിയിലൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വലിയ ആയുധ നഷ്ടമൊക്കെ സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ഭാവിയിൽ അമേരിക്കയ്ക്ക് കൂടി ഭീഷണിയാകുന്ന വിധത്തിൽ ചൈനയുടെ പുതിയ ചില നീക്കങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് വേണമെങ്കിൽ അമേരിക്കയുടെ സംസ്ഥാനമായ ഹവായ് വരെ എത്തത്തക്ക രീതിയിലുള്ള വികസനം വരികയും ചെയ്യുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മനു, ചെറിയ കാര്യമല്ലല്ലോ ചൈനയിൽ നിന്ന് അമേരിക്ക വരെ ഒരു മിസൈൽ എത്തിക്കുക എന്നുള്ളത്. വലിയ പുരോഗതിയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. പല രംഗങ്ങളിൽ വമ്പൻ കുതിപ്പുചാട്ടം നടത്തുന്ന ചൈനയുടെ പുതിയ ലക്ഷ്യം അമേരിക്കയാണോ? രഞ്ജിത്ത്, ഇപ്പോൾ ഒരു സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ കരയുദ്ധങ്ങളേക്കാൾ ഒക്കെ ഇപ്പോൾ നമുക്ക് അമേരിക്ക ഇറാനിൽ ആക്രമിച്ച് കാണുമ്പോൾ ദൂര സ്ഥലത്ത് നിന്നുകൊണ്ട് ആക്രമിക്കാൻ കഴിയുന്നൊരു ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനിക ശക്തി കൂടുതൽ ബലപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത്. അത് സ്വാഭാവികമായും ചൈന വർദ്ധിപ്പിക്കുന്നു. അത് എല്ലാ രാജ്യങ്ങളും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോൾ ബ്രഹ്മോസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഈ പ്രഹരശേഷി, മിസൈലുകളുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമം നടത്തുന്നു. അപ്പോൾ ചൈന പക്ഷേ ഇത്രയും ഒരു വലിയ ഒരു 2414 കിലോമീറ്റർ ദൈർഘ്യത്തിന് അപ്പുറത്തേക്ക് ഒരു മിസൈലിന് പ്രഹരശേഷി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ആ 2400 കിലോമീറ്റർ റേഡിയസിനകത്തുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങൾക്കൊക്കെ അതൊരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഏതായാലും ചൈന ഒരു HGV അവിടെ തയ്യാറെടുക്കുന്നു. അത് ഹൈപ്പർസോണിക് ഗ്ലൈഡിംഗ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അത് അത്രയും വേഗതയാണത്. ഹൈപ്പർസോണിക് ആയിട്ടുള്ളൊരു ശബ്ദതരംഗത്തിൻ്റെ അതിനേക്കാൾ വേഗതയുള്ള ഒരു വെഹിക്കിൾ എന്ന നിലയിലാണ്. അതിൽ നിന്നാണ് ഈ D-17 ഫയർ ചെയ്യാൻ
കഴിയുന്നു എന്ന് പറയുന്നത്. അതിനാണ് ഈ 4000-ഓളം കിലോമീറ്ററുകൾ അല്ലെ 2414 കിലോമീറ്ററുകളുടെ ദൂരപരിധിക്ക് അപ്പുറത്ത് പ്രഹരശേഷിയുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു AWACS എന്ന് പറയും, അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ സംവിധാനമുള്ള ഒരു എയർക്രാഫ്റ്റാണ്. ആ എയർക്രാഫ്റ്റിൽ നിന്നാണ് ഇത്തരം മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ആൻഡ് വാർണിംഗും കൺട്രോളും നൽകാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റിൽ നിന്ന്, അതിൻ്റെ ഒരു ഏരിയൽ കമാൻഡിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയുന്നു. അതിന് 2-3 ഘടകങ്ങളുണ്ട്. അതിന് ഇൻ്റലിജൻസ്, സർവൈലൻസ്, ഇതിനൊക്കെ ഇത് പ്രയോജനപ്പെടുത്താം. ഏരിയൽ റീഫ്യൂവലിങ്ങിന് പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതുപോലെ ഹൈ വാല്യൂ സപ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന തലത്തിൽ അതിനെ അങ്ങനെ കാണാനും കഴിയും. അപ്പോൾ D-17 2414 കിലോമീറ്റർ കടക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത തലമുറ D-27 8000 കിലോമീറ്റർ കടക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹവായ് ദ്വീപുകൾ വരെ ഇതിൻ്റെ റേഞ്ച് വരികയാണ്. അപ്പോൾ ചൈനീസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാല ഭീഷണിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനും ബെയ്ജിങ് ഉൾപ്പെടെയുള്ള അതിൻ്റെ വ്യാപാര പങ്കാളികൾക്കുമെതിരെ സാമ്പത്തിക ഉപരോധം വിപുലീകരിക്കാൻ ഒരുങ്ങുന്ന പദ്ധതികൾ അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ചൈന വ്യക്തമാക്കി. നിയമവിരുദ്ധവും ഏകപക്ഷീയമായ ഉപരോധങ്ങളെന്ന് വിശേഷിപ്പിച്ച നടപടികളെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം മൂലം വ്യാപാരത്തിൽ കുറവുണ്ടായില്ലെങ്കിലും ഇറാനിയൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ചൈനയാണ് എന്നും പറയുന്നു. ഇത് തടസ്സപ്പെടാൻ പാടില്ല. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായി മാറും. അമേരിക്കയ്ക്ക് അതിനുള്ള അവകാശമില്ല എന്നും ചൈന അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. സ്പ്രിന്റ് ഇതിഹാസം ഉസൈൻ ബോൾട്ട് 40-ാം വയസ്സിൽ വിവാഹിതനാകുന്നു. ദീർഘകാലമായി കാമുകയായിരുന്ന കാസി ബെനറ്റാണ് വധു. തന്റെ 40-ാം ജന്മദിനത്തിനിടെ ഉസൈൻ ബോൾട്ട് കാസി ബെനറ്റിനെ പ്രപ്പോസ് ചെയ്തു. ഇതിന്റെ ചിത്രങ്ങൾ ഇരുവരും പങ്കുവെക്കുകയും ചെയ്തു. കിങ്സ്റ്റണിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ അടുത്ത കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പ്രപ്പോസൽ. 5 ക്യാരറ്റിന്റെ വജ്രമോതിരം അണിയിക്കുകയും ചെയ്തു. ബോൾട്ടും ബെന്നറ്റും സ്റ്റേജിൽ നിന്ന് അതിഥികളോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബോൾട്ട് മുട്ടുകുത്തിയിരുന്ന് വിവാഹാഭ്യർത്ഥന നടത്തുകയായിരുന്നു. നീ എന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷവാനാക്കുമോ, വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ച് ബോൾട്ട് മോതിരം നീട്ടി. 5 ക്യാരറ്റ് വരുന്ന വജ്രമോതിരം ബെനറ്റിന്റെ വിരലിൽ അണിയിക്കുകയും ചെയ്തു. ഈ സർപ്രൈസിൽ വികാരാധീനയായി അവർ കരഞ്ഞു. തന്റെ വിവാഹ നിശ്ചയ മോതിരം എല്ലാവരെയും ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ചു. 2013-ലാണ് ഇരുവരുടെയും പ്രണയം തുടങ്ങുകയും മറ്റും ചെയ്യുന്നത്. ഇവർക്ക് 2 കുഞ്ഞുങ്ങളുമുണ്ട്. 1986-ലെ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ അർജന്റീന ഇതിഹാസ താരം ഡീഗോ മറഡോണയുടെ ദൈവത്തിൻ്റെ കൈ ഗോളിലെ പന്തിന് ലേലത്തിൽ കിട്ടിയത് 32.61 കോടി രൂപ. അമേരിക്കയിലെ ഹെറിറ്റേജ് ഓപ്ഷൻസിന്റെ ലേലത്തിൽ പന്തിന് 95 കോടി രൂപ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മത്സരം നിയന്ത്രിച്ച ട്യൂണീഷ്യൻ റഫറി അലി ബിൻ നാസർ പന്ത് 3 പതിറ്റാണ്ടിലേറെ സൂക്ഷിച്ചിരുന്നുവെങ്കിലും 2022-ൽ 22 കോടി രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു. പുതിയ ഉടമ 2023-ൽ വീണ്ടും ലേലത്തിന് വെച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച വില ലഭിക്കാത്തതിനാൽ വിൽപ്പന നടന്നില്ല. 2022-ലെ ലേലത്തിൽ മറഡോണ ധരിച്ച ഷർട്ടിന് 92 കോടി കിട്ടിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡ്രസ് കോഡ് ലംഘിക്കാൻ ഒരു വിദ്യാർത്ഥിക്കും അനുവാദമില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുകന്യ റിസ്വി എന്ന വിദ്യാർത്ഥി നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹിജാബ് ഒഴിവാക്കാനാവാത്ത മതാചാരമല്ലെന്നും അത് അങ്ങനെയാണെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ ഹർജിക്കാരെ ഹാജരാക്കിയിട്ടില്ലെന്നും കോടതി പറഞ്ഞു. പ്രയാഗ്രാജിലെ സ്വകാര്യ സ്കൂളിൽ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഇതേ സ്കൂളിലെ 11ാം ക്ലാസ്സിൽ അഡ്മിഷന് കാത്തു നിൽക്കുകയാണ് കുട്ടി. യൂണിഫോമിനോടൊപ്പം ഹിജാബും ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് മുഖാന്തരമാണ് കോടതിയെ സമീപിച്ചത്. ഹിജാബും ശിരോവസ്ത്രവും ധരിക്കുന്നത് ഇസ്ലാം ആചാരപ്രകാരം ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും ഇതേ സ്കൂളിൽ 6ാം ക്ലാസ് മുതൽ താൻ ഹിജാബ് ധരിച്ചു വരുന്നുണ്ടെന്നും കുട്ടി പറഞ്ഞു. അതേസമയം സ്കൂളിലെ വിവിധ ക്ലാസ്സുകളിൽ നിന്ന് ചിത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഹർജിക്കാരി ഒഴികെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട മറ്റു കുട്ടികളും അടക്കം ആരും ഹിജാബ് ധരിച്ചിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ഇസ്ലാമിൽ ഹിജാബ് ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന വാദവും ജഡ്ജിമാരായ ജെ മുനീറും ഇന്ദ്രജിത് ശുക്ലയും തള്ളി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നാളെ തിരുവോണം ഗംഭീരമാക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. വിപണികളെല്ലാം സജീവമാണ്. സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറികൾ, ഓണക്കോടി, അത്തപ്പൂക്കളത്തിലുള്ള പൂക്കൾ എന്നിവ വാങ്ങാൻ വിപണിയിൽ വൻ തിരക്കാണ്. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുകയാണ്. ഡാനി, വളരെ
ആവേശത്തിലാണ് ഇത്തവണ കേരളം ഒട്ടാകെ. നമുക്കറിയാം അതിൻ്റെ അനുരണനങ്ങൾ കൊച്ചിയിലും സ്വാഭാവികമായും കാണാനാകും. ഇപ്പോൾ ബ്രോഡ്വേയിലാണ് ഡാനി ഉള്ളതെന്ന് മനസ്സിലാകുന്നു. തിരക്കിന് എന്തെങ്കിലും ഒരു ശമനം ഉണ്ടോ അവിടെ? രഞ്ജിത്ത്, ബ്രോഡ്വേയിലെ ദൃശ്യങ്ങൾ തന്നെ പറയും തിരക്കിന് ഏതെങ്കിലും രീതിയിൽ ശമനം ഉണ്ടോന്ന്. കാരണം മഴയുടെ ഒരു വലിയ ഭീഷണി ഉണ്ട്. കാരണം ഇന്നലെ എല്ലാം തന്നെ നല്ല രീതിയിൽ മഴ പെയ്തു. ഈ കച്ചവടം മൊത്തം പോയതിന്റെ സങ്കടത്തിലായിരുന്നു ആ കച്ചവടക്കാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നൊക്കെ കുറച്ച് മഴ തൂവലുണ്ടെങ്കിൽ കൂടിയും കുറെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ആശ്വാസത്തിലും അതോടൊപ്പം തന്നെ അതിനേക്കാളേറെ ആവേശത്തിലുമാണ് നമുക്ക് ബ്രോഡ്വേ കാണാനാവുക. അത് ഈ ആർപ്പ് വിളിച്ച ഈ വസ്ത്ര വിപണിയാണ് വളരെ സജീവമായിട്ടിരിക്കുന്നത്. വലിയ രീതിയിലേക്ക് ആളുകൾ ഈ സമയത്തേക്കെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാണം വിറ്റും ഓണമുണ്ണണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള മലയാളിയുടെ ആ ഒരു തിരക്കും ആരവവും എല്ലാം തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ഉത്രാടപ്പാച്ചിൽ എന്നത് വളരെ അവിസ്മരണീയമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു നല്ല തിരക്ക് ഇവിടെയുണ്ട്. അത് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് വസ്ത്ര വിപണിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ രാവിലെ ഉണ്ടായിരുന്ന തിരക്ക് പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന്, സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുമായിരുന്നെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. കൂടുതലായും തന്നെ വഴിവാണിഭക്കാരെ, വഴിയോര കച്ചവടക്കാരെ കേന്ദ്രീകരിച്ചാണ് ഈ സമയത്തെ ഒരു തിരക്കെന്നെല്ലാം തന്നെ പറയുന്നത്. അത്രമാത്രം തിരക്കിലേക്ക് എറണാകുളം ബ്രോഡ്വേയും പരിസരവും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പുറത്തെ MG റോഡാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് തിരക്ക് മുന്നോട്ട് പോകുന്നത്. കുറഞ്ഞ വിലയിൽ സാധനങ്ങളെല്ലാം തന്നെ കിട്ടുന്നിടങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കച്ചവടമെല്ലാം മഴ കൊണ്ടുപോയതിന്റെ സങ്കടം എല്ലാവരിലും തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു തിരക്ക് കാണുക, കുറഞ്ഞ സമയം കൊണ്ട് മഴ ഒരു ശക്തിയാകുന്നതിന് മുൻപ് തന്നെ പരമാവധി സാധനങ്ങൾ വാങ്ങി തിരക്കിൽ നിന്ന് മാറുക, അതെല്ലാം തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായിട്ടും ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും രഞ്ജിത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു തിരിച്ചടി മറികടക്കാൻ ഈ സമയത്ത് തീർച്ചയായും കാലാവസ്ഥ അല്പം മോശമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴയുടെ പ്രവചനമുണ്ട്. പക്ഷെ അപ്പോഴും തിരക്കുകൾക്ക് കുറവില്ല എന്നാണ് ഡാനി ഇപ്പോൾ കൊച്ചി ബ്രോഡ്വേയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.